ഹലോ മക്കൾസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള സിലബസുകാരുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ജെനറ്റിക്സ് ഓഫ് ലൈഫാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്തിട്ട് പോകാം. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സയൻറ്റിസ്റ്റുകളുടെ നെയിം തന്നിട്ടുണ്ട്. ജെനിഫർ എ ഡൗട്ട്ന ആൻഡ് ഇമാനുവൽ ഐ ഷാർപ്പൻറ്റിയർ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരുമാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടുപിടിച്ചത്. അപ്പോൾ ജീൻ എഡിറ്റിംഗ് കണ്ടുപിടിച്ച രണ്ട് സയൻറ്റിസ്റ്റുകൾ ആരാന്ന് ചോദിച്ചാൽ ഈ രണ്ട് പേര് പറയേണ്ടി വരും. അപ്പോൾ ഇവർ ജീൻ എഡിറ്റിംഗ് കണ്ടുപിടിച്ചു. അപ്പോൾ എന്താ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ജീനിനെ എഡിറ്റ് ചെയ്യുക. ജീൻ എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജീനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കുക അല്ലേ. അതായത് ഇവിടെ കൊടുത്തിട്ട് ജീൻ എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താ, വിച്ച് ക്യാൻ ബ്രിങ് എ ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ജീനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മേക്കിംഗ് ചേഞ്ചസ് ഇൻ ജീൻ എന്ന് നമുക്ക് പറയാം. അതിനാണ് നമ്മളെന്ത് പറയുന്നത്, ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഇതിനെ കണ്ടുപിടിച്ച ഈ ടെക്നോളജിയുടെ പേരാണ് പറയുന്നത് CRISPR-Cas9 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഇതിന് ഇവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 2020 ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഫസ്റ്റ് പേജ് ഇത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് പോകുമ്പോൾ DNA ആണ്. DNA ഫുൾ ഫോം ചോദിക്കുമ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി DNA എവിടെയാണ് കാണാൻ പറ്റുന്നത്, DNA ലൊക്കേഷൻ എന്ന് പറയുന്നത് സെല്ല്, നമ്മുടെ ശരീരത്തിൽ ഫുൾ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന സെൽസിലല്ലേ. അപ്പോൾ സെൽസിൻ്റെ ഉള്ളിൽ, സെൽസിൻ്റെ നടുവിനെ പറയുന്നതാണ് ന്യൂക്ലിയസ്. സെല്ലിൻ്റെ നടുഭാഗമാണ് ന്യൂക്ലിയസ്. ഈ സെൻറ്ററിൽ കാണുന്ന ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന ഇതാണ് ക്രോമസോം എന്ന് പറയുന്നത്. പിക്ചർ കാണിച്ചിട്ടുണ്ട്. നടുവിൽ കാണുന്നത് ക്രോമസോം. ആ ക്രോമസോമിൻ്റെ ഉള്ളിലാണ് ആര് കാണപ്പെടുന്നത്, DNA കാണുന്നത്. ഓക്കെ, അപ്പോൾ DNA ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിൽ ആരുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോം ഉണ്ട്. ക്രോമസോമിൻ്റെ ഉള്ളിൽ DNA ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പറയുമ്പോൾ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്ട്രക്ചർ ഓഫ് DNA. ആരാണ് DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചത്, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. DNA സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA ആണ്. അത് കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. 1953 ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവർക്ക് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ എന്തിൽ നിന്നാണ്, എന്ത് സ്റ്റഡീസിൽ നിന്നാണ് കണ്ടുപിടിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് മുന്നേ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നതും മൗറിസ് വിൽക്കിൻസും ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ കണ്ടുപിടിച്ചതാരാ, റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസും. അപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അതിനെ പഠിച്ചുകൊണ്ടാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത് ഫോട്ടോ 51 എന്ന് പറയുന്ന ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് എടുത്തിട്ട്, അപ്പോൾ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോ 51 ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിച്ച ആൾക്കാർ പേര് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. കൊല്ലം 1953 എന്ന് പറയുന്നത്. എക്സ്റേ ഡിഫ്രാക്ഷൻ കണ്ടുപിടിച്ച ആൾക്കാരുടെ പേര് റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസും. അവരാണ് കണ്ടുപിടിച്ചത്. പിന്നെ ഫോട്ടോ 51 എടുത്തത് റൊസാലിൻഡ് ഫ്രാങ്ക്ലിനാണ്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ മരിച്ചു. അപ്പോൾ മരിച്ചപ്പോൾ ബാക്കിയുള്ള 3 പേർക്കും നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ കിട്ടിയിട്ടുണ്ട്. നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ 1962 കിട്ടിയിട്ടുള്ളത് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് മൗറിസ് വിൽക്കിൻസ് എന്ന് പറയുന്നവർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 പേജ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രം പഠിച്ചാൽ മതി. ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 പേജ് നിങ്ങൾ പഠിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സ്ട്രക്ചർ ഓഫ് DNAയിലേക്കാണ്. അപ്പോൾ DNA സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് പറയാനുള്ള അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂക്ലിയോടൈഡ് എന്താണെന്നുള്ളത്. അവിടെ കൊടുത്തിട്ട് ന്യൂക്ലിയോടൈഡ് എന്താ, ഇത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA അടിത്തറ എന്ന് പറയുന്നതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് ആണ് DNA അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡ് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് നമ്മൾ അവിടെ അടിയിൽ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 5 മൂലകളുള്ള ഇതിനെ പറയുന്നതാണ് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്. ഈ ഡിയോക്സി റൈബോസും ആ വട്ടത്തിൽ മഞ്ഞ കളർ വട്ടത്തിൽ കാണുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പിന്നെ ഈ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള നൈട്രജൻ ബേസും. അപ്പോൾ ഡിയോക്സി റൈബോസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസും, ഈ 3 കാര്യങ്ങളും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്, ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാൽ DNA അടിത്തറയാണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഡിയോക്സി റൈബോസ് കൊണ്ടും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊണ്ടും നൈട്രജൻ ബേസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അവിടെ സൈഡിൽ നോക്കിയാൽ കാണാം എത്ര നൈട്രജൻ ബേസസ് ഉണ്ട്, 4 നൈട്രജൻ ബേസസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ നൈട്രജൻ ബേസസ്, അഡിനിൻ, തയമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അഡിനിൻ എന്ന് പറയുന്നത് എപ്പോഴും
തൈമിനായിട്ടേ ലിങ്ക് ചെയ്യുള്ളൂ. എ എന്ന് പറയുന്നത് ടീനായിട്ട് മാത്രമേ ലിങ്ക് ചെയ്യുള്ളൂ. അതും നമ്മൾ ക്രോപ്പ് ചെയ്ത് നോക്കിയാൽ എ ടീനെ ലിങ്ക് ചെയ്യുന്നത് ഡബിൾ ബോണ്ട് കൊണ്ടാണ്. പിന്നെ ഗ്വാനിൻ എന്ന് പറയുന്നത് എപ്പോഴും സൈറ്റോസിനായിട്ടേ ലിങ്ക് ചെയ്യുള്ളൂ. ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് ട്രിപ്പിൾ ബോണ്ട് കൊണ്ടാണ്. അഡിൻ തൈമിനായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഡബിൾ ബോണ്ട് കൊണ്ടും ഗ്വാനിൻ സൈറ്റോസിനായിട്ട് ലിങ്ക് ചെയ്യുന്നത് ട്രിപ്പിൾ ബോണ്ട് കൊണ്ടും. സൈഡിൽ നമുക്ക് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടൊക്കെ കറക്റ്റ് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് പറയുന്നത്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഡിയോക്സി റൈബോസ് കൊണ്ടും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊണ്ടും നൈട്രജൻ ബേസ് കൊണ്ടാണ്. എത്ര നൈട്രജൻ ബേസ് ഉണ്ട്? 4 നൈട്രജൻ ബേസ് ഉണ്ട്. അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡനിൻ എപ്പോഴും തൈമിനായിട്ടും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനായിട്ടായിരിക്കും ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പോകുമ്പോൾ സൈസ് ഓഫ് ഡി എൻ എയുടെ സൈസ് പഠിക്കണം. ഒരു ക്രോമസോം, നമ്മൾ പറഞ്ഞ നേരത്തെ ക്രോമസോം എന്ന് പറയുന്ന സ്ട്രക്ചർ കാണിച്ചു തന്നു. ഒരു ക്രോമസോമിൻ്റെ ഉള്ളിൽ ഡി എൻ എയുടെ സൈസ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ചാണ് ഒരു ക്രോമസോമിൻ്റെ ഉള്ളിൽ. അപ്പോൾ 46 ക്രോമസോം വരുമ്പോഴോ, 46 ക്രോമസോമിൽ അതിൻ്റെ 6 അടി 6 ഫീറ്റാണ്. 6 ഫീറ്റാണ്. ഇനി നമ്മുടെ ബോഡിയിൽ ഫുൾ ടോട്ടൽ എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ സെൽസിൽ കാണാൻ പറ്റുന്നത് 67 ബില്യനാണ്. അപ്പം ഒരു ക്രോമസോമിൽ 2 ഇഞ്ചാണ്. നമ്മുടെ 46 ക്രോമസോമിൽ 6 അടി 6 ഫീറ്റാണ്. പിന്നെ ടോട്ടലി നമ്മുടെ ശരീരം ഫുൾ എല്ലാ സെൽസും കൂടി ജോയിൻ ചെയ്തിട്ട് 67 ബില്യനാണ്. അപ്പോൾ ഇത് മാത്രം നമുക്ക് സൈസ് ഓഫ് ഡി എൻ എയിൽ പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ക്രോമസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ക്രോമസോമിൽ പറയുന്നത് എന്താ? ഡി എൻ എ ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ പ്രൈമറി കോമ്പോണൻറ്റ്സ് ഓഫ് ക്രോമസോം. അപ്പോൾ നമുക്ക് ആ പിക്ചർ കണ്ടാൽ അറിയാം. ഒരു ക്രോമസോമിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന എന്തൊക്കെ കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ പറയാം. ഒന്ന് ഡി എൻ എ, പിന്നെ രണ്ടാമത്തെ ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഈ റോസ് കളറിൽ കാണാൻ പറ്റുന്ന ആ ഒരു ബോൾ ഉണ്ടല്ലോ, അതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പോൾ ഡി എൻ എയും ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ് എന്ത് ക്രോമസോമിൻ്റെ പ്രൈമറി കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത്. ഡി എൻ എയും ഹിസ്റ്റോൺ പ്രോട്ടീൻസും ആണ്. ഡി എൻ എയും ഹിസ്റ്റോൺ പ്രോട്ടീൻസും ആണ് പ്രൈമറി കോമ്പോണൻറ്റ്സ് ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹിസ്റ്റോൺ ഒക്ടാമർ? ഇങ്ങനെ ആ റോസ് കളർ കാണിച്ചിട്ടുള്ള ബോളില്ലേ, അത് 8 എണ്ണം ഒന്നിച്ച് ജോയിൻ ചെയ്യുമ്പോൾ 8 എണ്ണം ഒന്നിച്ച് ആ ബോളിന് നമ്മൾ പറയുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന്. അപ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഒന്നിച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ഒക്ടാമർ. ഒക്ടാന്ന് വെച്ചാൽ 8നെ നമുക്ക് റെപ്രസെൻറ്റ്. അപ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ടുഗെദർ ടു ഫോം ഹിസ്റ്റോൺ ഒക്ടാമർ. ഓക്കെ, അപ്പോൾ ക്രോമസോമിനുള്ളിൽ ബേസിക്കായിട്ട് കാണാൻ പറ്റുന്നത് ഡി എൻ എ ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഒന്നിച്ച് ജോയിൻ ചെയ്താൽ അവിടെ എന്തായിട്ട് മാറുന്നു? ഹിസ്റ്റോൺ ഒക്ടാമർ ആയിട്ട് മാറുന്നു. ഇനി ആ ഹിസ്റ്റോൺ ഒക്ടാമർ, അതായത് ആ 8 എണ്ണത്തിൻ്റെ ചുറ്റും ആര് വൈൻഡ് ചെയ്യുന്നു? ഡി എൻ എ വൈൻഡ്. ആ പിക്ചർ നമുക്ക് കാണാം. ആ 8 എണ്ണത്തിൻ്റെ ചുറ്റും ഡി എൻ എ ഇങ്ങനെ വൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ വൈൻഡ് ചെയ്യുന്നിട്ട് ഉണ്ടാകുന്ന സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ ന്യൂക്ലിയോസോം? ദ ഡി എൻ എ സ്ട്രാൻഡ്സ് വൈൻഡ് അറൗണ്ട് ദ ഹിസ്റ്റോൺ ഒക്ടാമർ. ഇറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയോസോം. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്ന ഒരു എന്താ പറയുന്നത്, ക്രോമസോമിനെ കാണിച്ചിട്ടുണ്ട്. ഈ ക്രോമസോമിൻ്റെ നമ്മളവിടെ പഠിക്കാനുണ്ട് ഒരു പാർട്ടിനെ. ക്രോമസോമിൻ്റെ ഈ ഒരു കഷ്ണത്തിനെ പറയുന്ന പേരാണ്, ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത് ആർ ദ പാർട്ട് ഓഫ് ക്രോമസോം. അതിൻ്റെ ഒരു സൈഡിനെയാണ് നമ്മൾ ക്രോമാറ്റിഡ്സ് എന്ന് പറയുക. അങ്ങനെ ഈ 2 സൈഡും കൂടി ജോയിൻ ചെയ്തിരിക്കുന്ന ആ നടുവിലൊരു സ്ട്രക്ചർ കാണിച്ചിട്ടില്ലേ, നടുഭാഗത്തിന് അതിനെ ജോയിൻ ആക്കിയിട്ടുള്ളത് സെൻട്രോമിയർ കൊണ്ടാണ്. നമ്മൾ നടുവിന് എപ്പോഴും സെൻറ്റർ എന്നല്ലേ പഠിക്കുക, അപ്പോൾ സെൻറ്റർ എന്ന് ആലോചിക്കുക. പിന്നെ അതിൽ കൂടെ മിയർ ജോയിൻ ചെയ്തത്, അപ്പോൾ സെൻട്രോമിയർ കൊണ്ടാണ്. അപ്പോൾ ഒരു പാർട്ട് ഓഫ് ക്രോമസോംസ് ആണ് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 എണ്ണത്തിനും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള എന്താണ്? സെൻട്രോമിയർ കൊണ്ടാണ് നമ്മളത് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ക്രോമസോംസിനെ കുറിച്ചാണ്. ഈ ഹ്യൂമൻ ക്രോമസോംസ് മെയിനായിട്ട് 2 സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സൊമാറ്റിക് ക്രോമസോംസ് ഉണ്ട്, നമുക്ക് സെക്സ് ക്രോമസോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ സൊമാറ്റിക് ക്രോമസോംസ് ഉണ്ട്, സെക്സ് ക്രോമസോംസ് ഉണ്ട്. ഈ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താ പറയുക, ഫിസിക്കൽ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മുടെ എന്താ പറയുക, ഈ നമ്മൾ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫിസിക്കലായിട്ട് നമ്മൾ ഓടാച്ച അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിങ്ങനെ ഫിസിക്കൽ ക്യാരക്ടേഴ്സിനൊക്കെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? സൊമാറ്റിക് ക്രോമസോംസ് ആയിരിക്കും. അത് എത്രയായിരിക്കും? 22 പെയർ. 22 പെയർ എന്ന് വെച്ചാൽ 44 എണ്ണം. 22 പെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇവർക്ക് മെയിനായിട്ട് സൊമാറ്റിക് ക്രോമസോംസിൻ്റെ ഇവർ ഹോമലോഗസ് ക്രോമസോംസ് എന്ന് പറയാൻ പറ്റും. എന്താ ഹോമലോഗസ് എന്ന് പറയാൻ കാരണം എല്ലാം ഒരേപോലെ ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഐഡൻറ്റിക്കൽ ഒരേപോലെ ഉള്ളവർ നമ്മൾ എന്ത് വിളിക്കുന്നു? അതുകൊണ്ട്
അതുകൊണ്ട് നമ്മളിവിടെ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയാം. ഇതിൽ ഒരെണ്ണം അച്ഛനിൽ നിന്ന് വരുന്നതായിരിക്കും, ഒരെണ്ണം അമ്മയിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സൊമാറ്റിക് ക്രോമസോംസിന് മെയിനായിട്ട് ഫിസിക്കൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് 22 പേരുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. കാരണം അവർ ഐഡൻറ്റിക്കലാണ്, ഒരെണ്ണം അച്ഛനിൽ നിന്ന് വരുന്നു, ഒരെണ്ണം അമ്മയിൽ നിന്ന് വരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് സെക്സ് ക്രോമസോംസ് ആണ്. സെക്സ് ക്രോമസോംസ് ഇവിടെ ഒരു പേരേ ഉള്ളൂ. മറ്റേത് എത്രയായിരുന്നു, 22 പേരുണ്ട്. ഇവിടെ ഒരു പേരാണ് കാണാൻ പറ്റുന്നത്. സെക്സ് ക്രോമസോംസ് ആ പേരിൽ തന്നെയുണ്ട്. നമുക്ക് സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്സ് ക്രോമസോംസ് കാണാൻ പറ്റുന്നത്. ഇവർ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. എക്സ് ക്രോമസോം ഉണ്ട്, വൈ ക്രോമസോം ഉണ്ട്. ഇതിൽ വൈ കുറച്ചും കൂടി ചെറുതാണ്, എക്സ് എന്ന് പറയുന്നത് ബിഗ്ഗാണ്. എക്സ് ബിഗ്ഗും ആണ്, വൈ സ്മോളും ആണ്. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഈ വൈയിൽ എന്തുണ്ട്, SRY ജീൻ എന്ന് പറയുന്ന ഒരു ജീനുണ്ട്. അപ്പോൾ ഈ SRY ജീൻ ഉള്ളത് കൊണ്ട് എംബ്രിയോയിൽ ടെസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഈ എക്സും ജോയിൻ ചെയ്താൽ ഗേൾ ആയിരിക്കും, XY ജോയിൻ ചെയ്താൽ ബോയ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫക്ട്സുകളാണ്. ഡിഫക്ട്സ് എന്തൊക്കെയാണ്, ഡിഫക്ട്സ് ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ 44 + XO എന്ന് പറയുമ്പോൾ എന്താ, അതായത് XY XX പറഞ്ഞു കൊടുത്ത് ഒരെണ്ണം ഇല്ല. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് പോകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ടെർണർ സിൻഡ്രം. അതായത് ഒരൊറ്റ ഇതേ ഉള്ളൂ, ഒരെണ്ണം ഇല്ലാണ്ട് പോകുന്നത് നമ്മൾ എന്ത് പറയുന്നു, ടെർണർ സിൻഡ്രം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്താണ്, ഫീമെയിൽ വിത്ത് ഓൺലി എക്സ്, ഫീമെയിലാണ്, പെണ്ണാണ്, പക്ഷെ അവിടെ എന്താണ് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കവിടെ ശരിക്കും എന്തായിരുന്നു വേണ്ടത്, 44 + XX വരണമായിരുന്നു. പക്ഷേ അതിന് പകരം ഒരു എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെണ്ണാണ്, പക്ഷേ അതിൽ ഒരു എക്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലില്ല. പക്ഷേ അങ്ങനത്തെ പെൺകുട്ടികൾക്ക് എന്തായിരിക്കും, ഇങ്ങനെ ഈ സെക്ഷുവൽ ക്യാരക്ടറിറ്റിക്സ്, ഈ അഡോളസൻസിൻ്റെ ടൈമിൽ വരേണ്ട സെക്ഷുവൽ ക്യാരക്ടറിറ്റിക്സ് ഒന്നും അവർക്ക് വരില്ല. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഫീമെയിൽസ് വിത്ത് ഓൺലി എക്സ് ആണ്. ഇനി എന്താ പറയുക, 44 + XXX, ഒരു എക്സ് കൂടുതലാണ്. എന്താ പറയുക, എക്സ് ശരിക്കും XX വരുന്നത് ഒരു എക്സ് കൂടുതലാണ്. അപ്പോൾ XXX സിൻഡ്രം വന്നു, XXX സിൻഡ്രം. അപ്പോൾ ഫീമെയിൽസ് വിത്ത് 3X എന്നാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുമ്പോൾ 44 + XXY. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് ക്ലൈൻഫെൽട്ടർ സിൻഡ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആണുങ്ങളാണ്, പക്ഷെ അവർക്ക് XY ആയിരുന്നു വേണ്ടത്, പക്ഷെ ഒരു എക്സ് കൂടി എന്ന് പറയുമ്പോൾ മെയിൽസ് വിത്ത് 2 എക്സും 1 വൈയും. അപ്പോൾ അത് പെണ്ണുങ്ങളുടെ കുറച്ച് ക്യാരക്ടേഴ്സ് അവിടെ കൂടുതലായിരിക്കും എന്നാണ് അവിടെ നമുക്ക് പറയാൻ പറ്റും. അതായത് ആണുങ്ങളായിരിക്കും, പക്ഷേ പെണ്ണുങ്ങളുടെ കുറച്ച് ക്യാരക്ടർ. അപ്പോൾ എക്സ് കൂടിക്കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ഒരു ഇത് വരും. അതാണ് പറയുന്നത്, വൈ ആണ് കൂടുതലെങ്കിൽ ആണുങ്ങളുടെ ഇത് കൂടുതലായിരിക്കും, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 44 + XYY, അപ്പോൾ എന്താ XYY സിൻഡ്രം എന്നാണ് പറയുന്നത്. മെയിൽസ് വിത്ത് 1X and 2Y ക്രോമസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 44 + XO എന്ന് പറയുമ്പോൾ ഫീമെയിൽസ് ആണ്, പക്ഷേ എക്സ് ഇല്ല എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ ക്യാരക്ടേഴ്സ് കുറച്ച് കുറവായിരിക്കും. XXX എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, XXX ആണ്. ഓക്കെ, അപ്പോൾ അത് നല്ല കൂടുതലായിരിക്കും. ഇപ്പോൾ ക്ലൈൻഫെൽട്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൽസ് ആണ്, പക്ഷേ പെൺകുട്ടികളുടെ ക്യാരക്ടേഴ്സ് വന്നു, മറ്റേത് മെയിൽസിൻ്റെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ഡിഫക്ട്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് പാർട്ട് 1 ഇവിടെ നിർത്താം. നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.